ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾ കൂടിയിട്ടാണല്ലേ യൂട്യൂബിലൊരു വീഡിയോ എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു യാത്ര പോവാണേ. ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത്. അപ്പം ഈ ഒരു ദിവസം ട്രിവാൻഡ്രം യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ഒരുമാതിരി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആറ്റുകാല് പൊങ്കാലയ്ക്ക് പോവാണ്. വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഉണ്ട്, അമ്മയുണ്ട്, ഊർമിളാമ്മയുണ്ട്, ഞാനും നദാലൂട്ടനും. നമ്മുടെ ആ ഒരു കണ്ണമാലി ചെല്ലാനം ഭാഗത്ത് എന്ത് രസമാണെന്ന് നോക്കി. വെള്ളമൊക്കെ ഇങ്ങനെ കയറി കിടക്കുകയാണ്. പക്ഷെ എന്തൊരു ഭംഗിയല്ലേ. രാവിലെ തന്നെ കുറേ മീൻ വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ലേയിലാണിത്. നമ്മൾ പണ്ടൊക്കെ പോയി മീനൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ അങ്ങ് കൊതിയായി. പക്ഷേ നമുക്ക് മീനൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ട്രിവാൻഡ്രം പോവാണ്, അതുപോലെ തന്നെ ആറ്റുകാൽ പോകുന്നുണ്ട്, നോയമ്പോഴാണ്. അർത്തുങ്കൽ വഴിയാണ് നമ്മൾ പോയത്. നമ്മുടെ തീരദേശ റോഡ് ഇങ്ങനെ പോയി ഈ ഒരു ഹൈവേയിൽ കയറാതെ തന്നെ നമുക്ക് ആലപ്പുഴ എത്താൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ഇതിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ NH റോഡ് കയറി. എന്നിട്ട് പിന്നെ നമ്മുടെ ആലപ്പുഴയുടെ പുതിയ ബൈപ്പാസ് കയറി നമ്മൾ നേരെ ഹരിപ്പാടോട്ട് ആദ്യം തന്നെ പോയത്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കയറാനായിട്ട് നമ്മളെല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഈ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കയറും, അതുപോലെ തന്നെ മണ്ണാർശാലയിൽ കയറും, പിന്നെ ശിവഗിരി കയറും. ശിവഗിരിയിൽ നിന്നായിരിക്കും മിക്കവാറും നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് മണ്ണാർശാലയിലും കയറി. അത് കഴിഞ്ഞ് നേരെ ശിവഗിരിക്കാണ് പോയത്. ശിവഗിരിക്ക് പോയത് ആ ഒരു ഇടയ്ക്കത്തെ ഒരു ഗ്യാപ്പിൽ മാത്രമേ നമ്മൾ NHൽ കയറിയുള്ളൂ. NH നല്ലോണം പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വഴിയൊക്കെ നല്ല മോശമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മണ്ണാർശാലയിലും ഹരിപ്പാടും കയറി കായംകുളം, പിന്നെ ഒരു എവിടെ ഇങ്ങോട്ടൊക്കെയോ കൊല്ലം എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീണ്ടും ഈ തീരദേശ ഹൈവേയിൽ കയറിയിട്ടാണ് നമ്മൾ പോയത്. മണ്ണാർശാലയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നദാലൂട്ടൻ അവിടെ ഇങ്ങനെ സാഷ്ടാംഗമൊക്കെ വീണു കേട്ടോ. അവന് അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവൻ ഗുരുവായൂർ പോയപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ഓർമ്മ പുള്ളിക്കുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് അവിടെയും ചെന്നിട്ട് പുള്ളി ഇതൊക്കെ സാഷ്ടാംഗമൊക്കെ കിടന്നു. പിന്നെ നമ്മൾ നേരെ ശിവഗിരി ചെന്നു. ശിവഗിരി ചെന്നപ്പോഴത്തേക്ക് 12:30 അതുകൊണ്ട് തന്നെ മുകളിലത്തെ ആ ഒരു ഇത് അടച്ചു. ബാക്കി എല്ലായിടത്തും കറങ്ങി നമ്മൾ നടന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ശാന്തതയും ഇതൊക്കെയാണ്. പിന്നെ അവിടെ നിന്നായിരിക്കും മിക്കവാറും ഊണ് കഴിക്കുന്നത്. ഗുരുപൂജയുടെ പ്രസാദം, അതും ഊണ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറി. അവിടെ നിന്ന് നേരെ നമ്മൾ വർക്കലയിൽ നിന്ന് ട്രിവാൻഡ്രം ഇതേപോലെ തന്നെ തീരദേശ റോഡ് നമ്മുടെ അഞ്ചുതെങ്ങ് ആ ഒരു ഭാഗത്തൂടെയൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ്, ഒട്ടും തിരക്കുമില്ല. ഇന്നത്തെ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഹൈവേയിലെ ആ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ ഭയങ്കരമാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്ന ആൾക്കാരുടെ. പക്ഷെ നമ്മുടെ തീരദേശ റോഡ് പിടിച്ചുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് പോകും. പക്ഷേ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. നമ്മൾ നേരെ പോയത് വെട്ടുകാട് പള്ളിയിലോട്ടാണ് കേട്ടോ. പണ്ട് ഞാൻ സിസ്റ്റർ സുധാരയുടെ കൂടെ വെട്ടുകാട് പള്ളിയിൽ വന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ടൂർ വന്നപ്പോഴത്തേക്ക് അന്ന് സിസ്റ്റർ അവിടെ നിന്ന് ഒരു ചരടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കയ്യിൽ കെട്ടിയിട്ടുണ്ട്, ഒരു വെള്ള നൂല്. അത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് നടക്കുമ്പോൾ അത് പൊട്ടിപ്പോകും, അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുണ്ട് കേട്ടോ. അപ്പം ഞാനും ഒരുപാട് മാറ്റമൊക്കെ വന്നു. വെട്ടുകാട് പള്ളിക്ക് ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനും പോയിട്ട് നമ്മുടെ ചരടൊക്കെ വാങ്ങിച്ചു കെട്ടി. ഞങ്ങൾ നേരെ നമ്മുടെ തമ്പാനൂർ റൂം ബുക്ക് ചെയ്തെടുത്തെത്തി. സോപാനം കോർഡിയൽ സോപാനം എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു റൂം ബുക്ക് ചെയ്തത്. വന്നപ്പാടെ ചട്ടി കലവും തവിയും ഒക്കെ പോയി വാങ്ങിച്ച് ഹോട്ടലിൽ തന്നെ നമുക്ക് നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് അവർ കല്ലൊക്കെ ഇങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സിറ്റിയിലോട്ട് ഇറങ്ങി. ഒരു ഓട്ടോയിൽ ഞങ്ങളെല്ലാവരും കൂടെ കുത്തി നിറച്ചാണ് കേട്ടോ പോണത്. അവിടെ നമ്മൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒടുക്കത്തെ തിരക്ക്, ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താണേലും ഒരു ദിവസം ട്രിവാൻഡ്രത്ത് നിൽക്കുന്നുണ്ട്, നാളെ തന്നെ തിരിച്ചു പോകണില്ല. അപ്പോൾ നമ്മൾ ഇടക്കൊച്ചിക്കാരെയൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അമ്മയുടെ ഫേവറേറ്റ് ആൾ ലക്ഷ്മി നായർ, പുള്ളിക്കാരത്തെയും കണ്ടു. ഇപ്പോൾ മാമിൻ്റെ അടുത്തും പോയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ. അവിടെയൊക്കെ പിന്നെ ഒന്ന് കറങ്ങി നടന്ന് നേരെ നമ്മൾ കിഴക്കേക്കോട്ട ആ ഭാഗത്തോട്ട് പോയിട്ടോ. കിഴക്കേക്കോട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ വളരെ അടിപൊളിയല്ലേ. അവിടെ നിന്ന് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ലുക്കും ഒരു രക്ഷയില്ല. അമ്പലത്തിലും നമ്മൾ കയറിയില്ല. നമ്മൾ നാളെ കഴിഞ്ഞ് അമ്പലത്തിൽ കയറാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്, 14-ാം തീയതി. അങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിലേക്ക് നടന്ന് പൂവും അതുപോലെ തന്നെ കുറേ ഇങ്ങനെ നമ്മുടെ മുറം കൊട്ട അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ അതൊക്കെ ഇങ്ങനെ കുറേ നോക്കി, കുറേ കടകളിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നാളെ ഞങ്ങൾക്ക് കലത്തിൽ വയ്ക്കാനായിട്ട് പൂവ്, ചൂടാനായിട്ട് പൂവ്, പിന്നെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല രസമാണ്. അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്നാണ് സെറ്റും മുണ്ടും ഒക്കെ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേക്ക് എടുത്തത്. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഭഗവതിയുടെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുക്കി നല്ല ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നല്ല ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വഴിക്കെല്ലാം ഇങ്ങനെ പിള്ളേരുടെ ഡാൻസും പാട്ടും ഗാനമേളയും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളതൊക്കെ നിന്ന് കണ്ട്
അവിടെയൊക്കെ തന്നെ അന്നദാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ സ്ഥലങ്ങളിലൊക്കെ ഫുഡ് വിളമ്പുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ നാളത്തേക്കുള്ള ഫുഡ്സ് ഉച്ചക്കത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉള്ളത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തെയും ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് അത് കാണാൻ തന്നെ. ഇതിപ്പോൾ നാളത്തേക്കുള്ള ഫുഡ് അവിടെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഞാൻ ചെന്നപ്പം. പിന്നെ ഇതേ അവിടെ ഒരു സ്ഥലത്ത് നല്ല ഉപ്പുമാവ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും ഉറുമുളാമി ഓടിപ്പോയി ഉപ്പുമാവ് വാങ്ങിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം, അമ്മയ്ക്കും ഇഷ്ടമാണ്. അപ്പം നമുക്ക് നോയമ്പുവാണല്ലോ, അപ്പം നമ്മൾ പിന്നെ വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന് അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചട്ടി അതുപോലെ തന്നെ കൊട്ട ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇതൊക്കെ നമ്മൾ പൊങ്കാലയ്ക്ക് ആവശ്യത്തിനല്ല, നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാഴ്ചയാണിത്. ഒരു പള്ളിയുടെ വാതിക്കയിൽ പൊങ്കാലയ്ക്ക് ആൾക്കാർ നിരന്നിരിക്കുന്നത്. അത് ഈ ഒരു നോമ്പ് കാലത്തല്ലേ, എവിടെ നമ്മുടെ കേരളത്തിലല്ലാണ്ട് മറ്റെവിടെ കാണാൻ കിട്ടും ഇതൊക്കെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ റൂമിലെത്തി. ഞാൻ ഹോട്ടലിന് ഫ്രണ്ട് സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി. നാളെ എന്താണെങ്കിലും പൊങ്കാലയുടെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പം റൂമിലെത്തിയപ്പോഴത്തേക്ക് നല്ല ആക്റ്റീവായിട്ട് തിരിച്ച് റൂമിലെത്തിയതിൻ്റെ ഒരു സന്തോഷം. നടക്കാനൊന്നും അങ്ങനെ പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവന് തന്നെ ഡോറൊക്കെ തുറക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ റൂമിലൊക്കെ ഞങ്ങൾ കയറുവാണ്. അപ്പോൾ ബാക്കി പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ട്രിവാൻഡ്രം വിശേഷങ്ങളും കുറച്ചുകൂടെയൊക്കെ വരാനിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറങ്ങാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.